ഹായ്. ഹായ്. IPL ഫാനല്ലേ? അതെ അതെ, ഏത് ടീമിൻ്റെ ഫാനാ? ഞാൻ ചെന്നൈയാണ്. ചെന്നൈ ഫാനാണ്. തുടക്കം തൊട്ടേ ചെന്നൈ ഫാനാ? അത് തുടക്കം KKR ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ചെന്നൈ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കോഹ്ലിനോടുള്ള ഇഷ്ടം കൊണ്ട് RCBനോട് ഒരു താല്പര്യമുണ്ട്. പ്രാവശ്യം ചെന്നൈ അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ധോണിയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ചെന്നൈ അടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ സഞ്ജു ഒരു അസറ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടെ. അതിന് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ട് നല്ല വെയിറ്റിംഗ് ആണ്. അവർ ഒരുമിച്ച് കളിക്കുന്ന കാണാൻ വേണ്ടി ഒരു ആഗ്രഹം. ധോണീൻ്റെ കൂടെ സഞ്ജു കളിക്കുന്ന കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അത് അതായത് കോഹ്ലി ഇപ്പോൾ അങ്ങനെ അധികം കളിക്കുന്നില്ല, ഓഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ശേഷം കോഹ്ലി കളിക്കുമ്പോൾ അത് കാണാനൊരു വെയിറ്റിംഗ് ആണ്. കോഹ്ലിൻ്റെ കളി കാണാൻ നല്ല വെയിറ്റിംഗ് ആണ്. ചെന്നൈയുടെ ബോളിംഗ് ഫേസ് കുറച്ച് ഡൗൺ ആണെന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടോ? സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. ബോളിങ് കുറച്ച് വീക്കാന്നുള്ളത് നല്ല പൊതുവെ നല്ല രീതിക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ഈ ഒരു മോശം ബോളിങ് വെച്ചിട്ടും കപ്പടിച്ചിട്ടുണ്ട് ചെന്നൈ. അതുകൊണ്ട് ബാറ്റിംഗ് നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ബോളിംഗ് കുറച്ച് വീക്കാന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, മുംബൈ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ടീം തന്നെയാണല്ലോ. മുംബൈ ബോളിംഗ് ആണെങ്കിൽ ഇപ്പോൾ ബുംറ ഒറ്റൊരാൾ തന്നെ മതി. അവിടെ ഒരു ലാസ്റ്റ് ഓവർ വരുമ്പോഴേക്ക് എറിഞ്ഞ് പിടിക്കാനും ആളുണ്ട്. അതുപോലെ തന്നെ ബാറ്റിംഗ് അത് ഭയങ്കര സ്ട്രോങ് ആണ് ബാറ്റിംഗ്. അവർ പിന്നെ മുംബൈ എപ്പോഴും അടിപൊളി ടീം തന്നെയാണല്ലോ വരാറ്. സഞ്ജുവിൻ്റെ പോക്ക് കൊണ്ട് RRനൊരു ഡൗൺഫോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു ചാൻസ് ഇപ്പം നിലവിൽ സഞ്ജുവിനെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സഞ്ജുവിനും ഇതാക്കിയതൊരു നഷ്ടമാകുമെന്ന് തന്നെ തോന്നുന്നു. കാരണം സഞ്ജു ഇപ്പം നല്ല ഫോമായിട്ട് നിൽക്കുന്ന രീതിക്ക് ചെന്നൈയിൽ നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്നതാണ് വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷമുള്ളൂ ചെന്നൈയിലേക്ക് വന്നുകൊണ്ട്. അപ്പോൾ പക്ഷേ ജഡേജ പോയതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും സഞ്ജു നമുക്ക് എപ്പോഴും ഫേവറേറ്റ് തന്നെയാണല്ലോ സഞ്ജു.